നല്ല ബുദ്ധി എൻ്റെ നടു തല്ലിയൊടിക്കൽ. എന്നിട്ട് മേലോട്ട് നോക്കി വായും പൊളിച്ചിരുന്നു. അന്നേരം മുകളിൽ നിന്ന് ആരേലും ഇട്ടുതരും നിന്റെ ഷേപ്പും എൻ്റെ സ്വഭാവമുള്ളൊരു കുഞ്ഞിനെ. മുറുക്കി പിടിക്കണം, താഴെ കളയരുത്. പോയാ പോയി. പാതിരാത്രി ഇമ്മാതിരി ചളി, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അഭിയേട്ടാ? നിന്നെ കെട്ടി രാത്രി ചളി പറഞ്ഞു തീരും എൻ്റെ ജീവിതം. ബാക്കി പറയാൻ അനുവദിക്കാതെ ലക്ഷ്മിയുടെ ആദരങ്ങൾ അഭിയുടെ കവിളിൽ അമർന്നു. അമ്മേ, എൻ്റെ കവിൾ, എനിക്ക് വേദനിക്കുന്നു. അഭിയിൽ നിന്ന് അടർന്നു മാറിയ ഒരു വിജയയെ പോലെ ലക്ഷ്മി അവനെ നോക്കി. എന്തിനാ വെറുതെ ഇപ്പോൾ നീ എന്നെ കടിച്ചത് ലച്ചു? നീ എന്നെ കൊല്ലുവോ? ഒരു ഉമ്മയാണ് പ്രതീക്ഷിച്ചത്. അഭിയേട്ടൻ്റെ കവിൾ എന്ത് ഭംഗിയാണെന്നോ അപ്പം കണ്ടപ്പോ. ബാക്കി പറയും മുന്നേ അഭിയുടെ മുഖം ലക്ഷ്മിയുടെ കഴുത്തിൽ അമർന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ ഒഴുകി നടന്നു. ശരീരത്താകെ ബാധിച്ച വിറയലോടെ ലക്ഷ്മി അഭിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. അഭിയേട്ടാ, വിറക്കുന്ന ശബ്ദത്തോടെ ഒരുവിധം ലക്ഷ്മി വിളിച്ചു. അവളിൽ നിന്ന് മുഖം ഉയർത്തി അഭി എന്താ എന്ന പോലെ ലക്ഷ്മിയെ നോക്കി. അഭിയേട്ടാ പ്ലീസ്, അറിയാതെ കടിച്ചു പോയതാ, വേണേ തിരിച്ചു കടിച്ചോ. എന്തിന്? നിന്റെ സ്നേഹം നീ കടിച്ചു തീർക്കുന്നു, എൻ്റെ സ്നേഹം ഞാൻ ഇങ്ങനെ തീർക്കുന്നു. മോളി ജാൻസി റാണി, റൊമാൻസ് ഇത്ര പേടിയാ? എന്താ വിറയൽ? ഇത്രയേ ഉള്ളൂ നിന്റെ ധൈര്യം? ഇനി ഞാൻ ഈ അഭിയേട്ടനെ കടിക്കില്ല. അങ്ങനെ പറയരുത്, നീ കടിക്കണം. എങ്കിലല്ലേ എനിക്ക് ഇങ്ങനെയുള്ള സ്നേഹം തിരിച്ചു തരാൻ സാധിക്കൂ. എൻ്റെ പൊന്നഭിയേട്ട, ആളെ വിട്. നിങ്ങൾ ശരിയായ യുദ്ധമുറയ്ക്കറിയില്ല. യുദ്ധമുറയോ? എന്ത് യുദ്ധം? ഞാൻ അഭിയേട്ടനെ കടിച്ചു, അപ്പം തിരിച്ചും കടിക്കണം. അല്ലാതെ ഇതൊരുമാതിരി റോജാ സിനിമയിൽ അരവിന്ദ് സ്വാമി ഐസെടുത്തിട്ട പോലെ മനുഷ്യനെ അടിമുടി. എൻ്റെ ലച്ചു, ഈ അഭിറാം വർമ്മ ശത്രുവിൻ്റെ ബലവും ബലഹീനതയും അറിഞ്ഞ് യുദ്ധം ചെയ്യൂ. നിന്നെ ഒരു കടി കൊണ്ടും അടി കൊണ്ടും ഒന്ന് വീഴ്ത്താൻ പറ്റില്ല, നാക്കുകൊണ്ടും ഒട്ടും പറ്റില്ല. പക്ഷേ റൊമാൻസ്, അതിൽ നീ വീഴും. അപ്പം എങ്ങനെ? തുടങ്ങുവല്ലേ? അത് പറഞ്ഞ് അഭി തൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചതും ഇന്നത്തെ കഴിഞ്ഞു മോനെ, ഇനി നാളെ. അത് പറഞ്ഞ് ലക്ഷ്മി തലവഴി പുതപ്പിട്ടു. ചിരിയോടെ അഭി അത് നോക്കിയിരുന്നു. രാവിലെ അഭി കുളി കഴിഞ്ഞു വരുമ്പോൾ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന സഞ്ജുവിനെയാണ് കണ്ടത്. എന്താ സഞ്ജു, എന്തുപറ്റി? ആമി നിന്നെ ഇടിച്ചോ? അഭി, നിന്റെ പെങ്ങളില്ലേ, അവളെ ഞാനൊന്ന് സ്നേഹിച്ചു. ആ ഒരു തെറ്റ് ഞാൻ ചെയ്തു, അതിനാണ്. എനിക്ക് മടുത്തു. ഇപ്പം എന്താ കുറച്ചായി ആമി ഇങ്ങനെ നിന്നോട് പെരുമാറുന്നു? ഞാൻ നിങ്ങളുടെ ഇടയിൽ വരണ്ട എന്നോർത്താണ്. ഇന്നത്തോടെ ഞാൻ നിർത്തും. ആമി, അവളെ വിളിക്കേണ്ട അഭി. ആമി ഒന്നും ചെയ്തില്ല. പിന്നെന്താ പറ്റിയത്? ജൂലി എന്നെ മാന്തി. ഓ അതാണോ? അതൊരു മിണ്ടാപ്രാണിയല്ലേ? മിണ്ടാപ്രാണി? ദേ നോക്കിയേ, എൻ്റെ കൈ മാന്തി പൊളിച്ചു. അതൊക്കെ പോട്ടെ, നീ എന്തിനാ ആമിയുടെ ദേഹത്ത് കൈവച്ചത്? ദേ അഭി, അനാവശ്യം പറയരുന്നോ? ഞാൻ അങ്ങനെ ഒരാളല്ല. മോനി സഞ്ജു, അവളുടെ ദേഹത്ത് ആര് കൈവച്ചാലും ജൂലി അറ്റാക്ക് ചെയ്യും. അതറിഞ്ഞു വെച്ച് നീ എന്തിനാ നിന്റെ വിധി? ഒരു ജൂലിപ്പട്ടിയായിപ്പോയി. ഞാനൊരു കാര്യം പറയാം, പെങ്ങളെ മാത്രം ഇങ്ങ് തന്നാൽ മതി. ജൂലി ഒരു ജോലിയാണ്, അതിനെ നീ എടുത്തോ. എൻ്റെ പൊന്നു സഞ്ജു, ഭാര്യയുടെ കടി തന്നെ കൊള്ളാൻ വയ്യ, ഇനി പട്ടിയുടെ കൂടി ഞാൻ താങ്ങില്ല. എന്തൊക്കെ പറഞ്ഞാലും ജൂലി ഞാൻ ചെയ്യേണ്ട ജോലിയാണ് ചെയ്യുന്നത്. നീ എന്താണ് ഉദ്ദേശിച്ചത് അഭി? നിന്റെ ചങ്ക് എന്നതിനേക്കാൾ ഞാൻ അവളുടെ ചേട്ടനല്ലേ? പെട്രോളും തീയും അടുത്ത് വെച്ചാൽ തീർന്നില്ലേ മോനെ? ഇതെനിക്ക് ടെൻഷനില്ല. എൻ്റെ ജോലി ജൂലി ചെയ്യും. ജൂലി ആമി എന്നെ എന്ത് ചെയ്താലും അത് നോക്കിയിരിക്കും. ഞാനൊന്ന് തൊടാൻ ചെന്നാൽ തീർന്നു. പിന്നെ നിന്റെ ദുഷ്ട മനസ്സുകൊണ്ടാണ് ഒരു ഉമ്മയ്ക്ക് പോലും നിനക്ക് യോഗ ഇല്ലാത്തത്. ഇങ്ങനൊരു കന്യകനായി ജീവിക്കാനാണ് നിന്റെ വിധി. ഉമ്മയൊക്കെ കിട്ടി ബോധിച്ചു. പക്ഷേ ഇപ്പോൾ നീ എന്നെ നൈസായി ഒന്ന് താങ്ങി. നീ കുറിച്ചിട്ടോ സഞ്ജീവ് മഹാദേവ, നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. ഇന്നേക്ക് 10ാം മാസം എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞുമാലാകെ ഉണ്ടാകും. പറയുന്നത് അഭിറാം വർമ്മയാണ്. നോക്കാം, അങ്ങനെ ഒരു ദിവസമുണ്ടായ ഈ സഞ്ജീവ് മഹാദേവൻ അഭിറാം വർമ്മ എന്തു പറയുന്നു അത് ചെയ്തിരിക്കും. സമ്മതമാണോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ ചെയ്യണം. സമ്മതം. നോക്കാം നീ ജയിക്കുവോ ഞാൻ ജയിക്കുവോ എന്ന്. അതൊക്കെ പോട്ടെ, നിന്നെയും ജോലി കടിച്ചോ? കയ്യിലൊരു പാട്. അതെൻ്റെ ഭാര്യ കടിച്ചതാ. അതങ്ങനെ ഒരു വടയക്ഷി. നമ്മൾ ആണുങ്ങൾ എന്തു പാവാണല്ലേ? ഒരൽപ്പം സ്നേഹം കിട്ടാൻ ഇവളുടെയൊക്കെ അടുത്ത് നിന്ന് കടിയിടി അടി എന്തൊക്കെ സഹിക്കുന്നു. സത്യം അഭി, ഞാനാണേൽ പട്ടിയുടെ കടി കൂടിയ വാങ്ങുന്നത്. അതൊക്കെ പോട്ടെ, ഫസ്റ്റ് നൈറ്റ് പൊളിച്ചു. എന്ത് ഫസ്റ്റ് നൈറ്റ്? ദൈവത്തിനെ കൊണ്ട് തരാൻ പറ്റുന്നത് പുള്ളിയും ചെയ്തു. ഇതിനൊക്കെ ഇര ഞാനാണെന്ന് എന്നുള്ളതാണ് എൻ്റെ സങ്കടം. തികട്ടി വന്ന ചിരി അമർത്തി സഞ്ജു ഇരുന്നു. ഡാ കാല, നീ എന്തിനാ ചിരിക്കുന്നത്? നിന്റെ അവസ്ഥ ഇതിലും ദയനീയമായിരിക്കും.
ജൂലിയുടെ കടി കൊണ്ട് ചാവാനാണ് നിന്റെ വിധി. ജൂലി, അതിനെ ഞാൻ കൊല്ലും, നോക്കിക്കോ. നിനക്ക് അച്ഛൻ മാത്രമായാൽ മതി, മാമനാവണമെന്നില്ല. ഓ ഇല്ല, സമയമുണ്ടല്ലോ ഇനിയും. കിടക്കുന്നു 5-8 വർഷം. അവൾ കുഞ്ഞല്ലേ. അപ്പം ശരി അബി, എനിക്കൊരു യാത്രയുണ്ട്. നീ എവിടെ പോകുന്നു? ഹിമാലയം വരെ തപസ് ചെയ്യാൻ കുറച്ച് സ്ഥലം നോക്കണം. നിന്റെ പെങ്ങൾ വളർന്നു കഴിയുമ്പോൾ ഒരു മിസ് കോൾ അടിച്ചാൽ മതി. ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു വരാം. അവൻ്റെ ഒരു കുഞ്ഞ്. 1 വർഷം കൂടി ടൈം ഞാൻ തരും. അതിനു മുന്നേ എനിക്ക് തീരുമാനം അറിയണം. പാവം എൻ്റെ അച്ഛൻ, ഒറ്റമോനായ എൻ്റെ അവസ്ഥയിൽ നല്ല ദുഃഖമുണ്ട്. നീ സമാധാനിക്ക്, ഞാൻ വഴിയുണ്ടാക്കാം. അബി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. വയറു നിറച്ച് ഉണ്ടവനെ ഉണ്ണാത്തവൻ്റെ വിശപ്പറിയില്ല. എൻ്റെ സഞ്ജു, നീ വിശ്വസിക്കൂ, വിളമ്പി എന്നുള്ളത് ശരിയാണ്, പക്ഷേ കഴിക്കാൻ പറ്റിയില്ല. അതെങ്ങനെ ഒരു വിധി? അതൊക്കെ പോട്ടെ, അവരുടെ കാര്യം എങ്ങനെ? ഇനി കൈവയ്ക്കരുത് എന്നാണ് ഗിരിധർ വർമ്മയുടെ ഓർഡർ. പാവം ടെൻഷനാണ്, അച്ഛനും പറഞ്ഞു. നിന്നോട് പറയാൻ അവരെ ഒന്നും ചെയ്യരുതെന്ന്. രാഹുൽ അവനെ കാണണ്ടേ? ഇന്നുച്ചയ്ക്കൊന്ന് കാണണം, ബാക്കി അവൻ തീരുമാനിക്കട്ടെ. സഞ്ജുവേട്ടൻ എപ്പോൾ വന്നു? ഇപ്പോൾ വന്നേ ഉള്ളൂ. എങ്കിലും ലക്ഷ്മി, ഇങ്ങനെ കടിക്കാൻ പാടുണ്ടോ? അതും ഭർത്താവിനെ. അതുണ്ടല്ലോ ഏതോ ഒരു ക്രിസ്റ്റഫർ, ഒരു തേപ്പ് കഥ. ഏതോ ക്രിസ്റ്റഫർ അല്ല, ക്രിസ്റ്റഫർ ഡേവിഡ്. സഞ്ജു പ്ലീസ്. ഞാൻ പറയൂ അബി, നീ എന്നെ തടയരുത്. സഞ്ജുവേട്ടൻ പറ. ലക്ഷ്മിക്കറിയാമോ, അവൾക്ക് ഇവൻ്റെ ബോഡി മുടിഞ്ഞ വീക്ക്നെസ് ആയിരുന്നു. അവൾക്ക് മാത്രമല്ല, ആരൊക്കെ ഇവൻ്റെ പുറകെ നടന്നു എന്ന് അവർക്കെല്ലാം ഇവൻ്റെ ബോഡിയിലായിരുന്നു കണ്ണ്. ഇവനെ ഇനി ഇങ്ങനെ വളരാൻ അനുവദിക്കരുത്. ഇപ്പം തന്നെ വല്ലാതെ വളർന്നു. എന്താ വഴി സഞ്ജുവേട്ടാ? ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? നാളെ തൊട്ട് ആ ജിമ്മങ്ങ് അടച്ചു പൂട്ടുക. ഒരു സഹോദര സ്നേഹം കൊണ്ട് പറയുക. ലക്ഷ്മിക്കറിയാലോ, എനിക്ക് അനിയത്തിയില്ല. പിന്നെ ഉള്ളത് ഇവൻ്റെയാണ്. അവളെ എനിക്ക് സഹോദരിയായി കാണാനും പറ്റിയില്ല. ഇപ്പം ലക്ഷ്മിയാണ് എൻ്റെ അനിയത്തി. സ്വന്തം സഹോദരൻ്റെ കടമയാണിത്. ഇനി ഒരാളുടെ കൂടെ ഇവൻ ലിവിങ് ടുഗദർ താമസിക്കുന്നത്. സഞ്ജുവേട്ടൻ എന്തേ പറയുന്നത്? ലിവിങ് ടുഗദറോ? അഭിയേട്ടനോ? എൻ്റെ സഞ്ജു, നീ ഇങ്ങനെ ഓരോന്ന് പറയില്ലേ, ഇവളെന്നെ കൊല്ലും. നിന്നോട് ആര് പറഞ്ഞു ആ ക്രിസ്റ്റഫറിൻ്റെ കൂടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കാൻ? അന്നേ ഞാൻ പറഞ്ഞതാ വേണ്ട എന്ന്. എൻ്റെ പൊന്നു ലച്ചു, ഇവൻ ഇതൊക്കെ ചുമ്മാ പറയുന്നതാ. സത്യം, ക്രിസ്റ്റിയൊപ്പം പഠിച്ചു എന്നത് ശരിയാണ്. വേറെ ഒന്നും എനിക്കറിയില്ല. ഒന്നും പറയണ്ട അഭിയേട്ടൻ, ഇത്രയും വലിയ ചതി നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞ് പുറത്തേക്ക് പോയ ലക്ഷ്മി അഭി സങ്കടത്തിൽ നോക്കി. സഞ്ജു, നിന്നെ ഞാൻ കൊല്ലും, നീ നോക്കിക്കോ. എന്തൊക്കെയായിരുന്നു 10 മാസം കുഞ്ഞുമാലാക. എനിക്ക് വയ്യ, ഇതിലും വലിയ പണി സ്വപ്നങ്ങളിൽ മാത്രം. ഇത് പറഞ്ഞ് ചിരിച്ച് സഞ്ജുവിനെ അഭി ദേഷ്യത്തിൽ നോക്കി. സഞ്ജു, നിന്നെ ഞാൻ... അഭി, എന്നൊന്നും ചെയ്യരുത്. എൻ്റെ പെറ്റ് ജയിക്കാൻ വേണ്ടത് ഞാൻ ചെയ്തു. നിനക്ക് വേണമെങ്കിൽ അവളുടെ കയ്യോ കാലോ പിടി. നീ എന്തിനാ ഇല്ലാത്ത പറയാൻ പോയത്? നിനക്കറിയാമോ, ദേഷ്യം വന്ന് അവൾ പിടിച്ച് കടിക്കും. ഇനി ഞാൻ കടി കൊണ്ട് ചാവും. നിനക്ക് പേടിയാ? പിന്നെ കള്ളം എന്താ? ക്രിസ്റ്റി, അവൾക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമമായിരുന്നല്ലോ. നിന്നെ ലിവിങ് ടുഗദറിന് വിളിച്ചതുമാണ്. നീ സത്യസന്ധനായത് ആരുടെ തെറ്റാ? ഇതൊക്കെ ആ പെണ്ണിനോട് പറഞ്ഞ അവൾ വിശ്വസിക്കുമോ? ഇതിന് മറുപടി ഞാൻ തരും സഞ്ജു. നിനക്കറിയാലോ, ഞാൻ എന്ത് പറഞ്ഞാലും ആമി കണ്ണടച്ച് വിശ്വസിക്കും. നിനക്കുള്ള പണി ഇപ്പോൾ തരാം. ആമി, അഭി ചതിക്കരുത്. ഞാൻ ലക്ഷ്മിയോട് മാറ്റി പറയാം. അയ്യോ വേണ്ട. എന്താ അഭിയേട്ടാ വിളിച്ചത്? സഞ്ജു ഏട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വിഷമിച്ച്? വിളി കേട്ട് ആമി ഹാജരായി. അവൻ്റെ സങ്കടം കൊണ്ടാ. എന്തിനാ ആമി അവനെ ഉപദ്രവിക്കുന്നത്? ഉപദേശിക്കാൻ വിളിച്ചതാണോ? ഭാഗ്യം. സഞ്ജു നന്ദിയോട് അഭിയെ നോക്കി. ഞാനൊന്നും ചെയ്തില്ല, ജൂലിയാണ് അഭിയേട്ടാ. പക്ഷേ അവളെ ഒന്നും പറയാൻ പറ്റില്ല. ഈ തെണ്ടി അമ്മാതിരി പണിയാ കാണിച്ചത്. അഭിയേട്ടൻ അറിയുമോ? എന്തോ പറയാനായി ആമി വാതുറന്നത് വേണ്ട എന്ന് സഞ്ജു തലകൊണ്ട് കാണിച്ചു. പോട്ടെ മോളെ, സ്നേഹിച്ചു പോയില്ലേ? സ്നേഹിച്ച പെണ്ണിനെ ഭാര്യയായി കാണുന്നത് ഇവന് പണ്ടേ ഉള്ള അസുഖമാണ്. പണ്ടേ ഉള്ളതോ? അപ്പം ഇങ്ങനെ ഈ തേപ്പ് പെട്ടിയാണോ? അഭി ചുമ്മാ വരുന്നു പറയല്ലേ. ആമി, നീ നിന്റെ ചേട്ടനെ വിശ്വസിക്കരുത്. ഇവൻ എനിക്കിപ്പോൾ വെക്കുന്നത് മുട്ടൻ പണിയാണ്. ദേ സഞ്ജു ഏട്ടാ, ഞങ്ങൾ ചേട്ടനും അനിയത്തിയും സംസാരിക്കുമ്പോൾ ഇടയിൽ വന്നാലുണ്ടല്ലോ. പറ അഭിയേട്ടാ, അത് കഴിഞ്ഞ് വേണം ഈ കോഴിയെ ബിരിയാണി വെക്കണോ അതോ കുഴി കുത്തി മൂടണോ എന്ന് തീരുമാനിക്കാൻ. അഭിയേട്ടൻ പറ. വേറൊന്നുമല്ല, ഇവൻ്റെ PA ആ അനുപമ. ആ കുട്ടിയോട് ഇവൻ്റെ പെരുമാറ്റം അത്ര ശരിയല്ല. നിന്നോട് പറയണ്ടെന്ന് ആദ്യം കരുതിയത്. പക്ഷെ എന്തു ചെയ്യാം, ഞാനൊരു ചേട്ടനായി പോയില്ലേ. അയ്യോ ആമി, ഇവൻ പറയുന്നത് വെറുതെയാണ്. എൻ്റെ മനസ്സിൽ നീയല്ലാതെ എൻ്റെ അമ്മ സത്യം, വേറൊരാളെ ഞാൻ ചിന്തിച്ചു പോലും നോക്കാറില്ല.
ആമി അല്ല അഭിരാമി, ഇനി സഞ്ജുവേട്ടൻ അങ്ങനെ വിളിച്ചാൽ മതി. എങ്കിലും ഇത്ര വലിയ ചതി. ആമി, അഭി ചുമ്മാ പറയുന്നതാ, പ്ലീസ് മോളെ. അഭിയേട്ടൻ നിൽക്കുന്നു. അല്ലേ നിങ്ങൾ ഇന്ന് MD ആവുമെന്നേ ഉള്ളൂ. അതിനു മുന്നേ ഇങ്ങനെ നീ ആയാലോ? നിങ്ങൾ ഇത്ര തറയെന്നറിയില്ലായിരുന്നു. സഞ്ജീവ് മഹാദേവൻ എന്നല്ല നിങ്ങളുടെ പേര് വെക്കേണ്ടത്, കാമദേവൻ എന്നാ. അത് പറഞ്ഞ് ആമി പോയതും സഞ്ജു അഭിയെ ദയനീയമായി നോക്കി. എൻ്റെ അഭി, നിനക്കിതിൽ നിന്ന് എന്ത് സുഖം കിട്ടി? നിനക്ക് നേരത്തെ കിട്ടിയ അതേ സുഖം തന്നെ. വേഗം ചെല്ല്, പോയി കയ്യോ കാലോ പിടി, ജൂലി അവളുടെ കടി കൂടി വാങ്ങിക്കോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി എന്ത് വെക്കാൻ നല്ലതാണ്? ഇപ്പം വെച്ചത് അതിൻ്റെ കടിയും ഇടിയും തൊഴിയും കൊണ്ട് ഞാൻ ചാവും. ചെറിയ രീതിയിൽ ചവിട്ടും തൊഴിയും കിട്ടിയാലും ഒരു കിസ്സെങ്കിലും തന്നേനെ. ഇനി വീണ്ടും ഞാൻ ബാൽക്കണിയിൽ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെച്ച് ജീവിക്കേണ്ടവരാണോ നമ്മൾ? ഒരമ്മ പെറ്റ ഭാവി അളിയന്മാരല്ലേ? ഒന്ന് ആമിയുടെ അടുത്ത് പറ. ഒരു ഫയൽ വാങ്ങുമ്പോൾ പോലും ഞാൻ അനുപമയുടെ മുഖത്ത് നോക്കാറില്ലെന്ന്. ഇനി പറഞ്ഞു ചെന്നാലേ നിന്റെ ഇടിയുടെ ഷെയർ എനിക്ക് കിട്ടും. ഇങ്ങനെ ഭാര്യയ്ക്കും അനിയത്തിക്കുമൊന്നും ഇടിച്ചു പഠിക്കാനല്ല, ഉറക്കം പോലും കളഞ്ഞ് ഞാൻ വർക്കൗട്ട് ചെയ്ത് എൻ്റെ ബോഡി ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് എൻ്റെ ബോഡി പഞ്ചറാവുന്ന ഒരു പണിക്കും ഞാനില്ല സഞ്ജു. നാളെ രാവിലെ ജിം പൂട്ടി ചാവി ലക്ഷ്മിയുടെ കയ്യിലിരിക്കും. പിന്നെ എന്തു ചെയ്യും? എങ്കിൽ അവളെ ഞാൻ കൊല്ലും. വേണേൽ പട്ടിണി കിടക്കാം, പക്ഷേ ജിമ്മിൽ പോവാതെ പറ്റില്ല. അത് പറഞ്ഞപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. നിനക്ക് വേണ്ടേ? വേണ്ട, വയറ് നിറഞ്ഞു. അതുമല്ല, എന്നോടുള്ള ദേഷ്യത്തിൽ നിന്റെ അനിയത്തി എനിക്ക് വല്ല വിമ്മും കലക്കി തരും. വയ്യാബി, ഇനി ഒരംഗത്തിന് ബാലിയുമില്ല. രാഹുലിനെ കാണാൻ പോവണ്ടേ? അയ്യോ വേണം. അവനെ ഇനിയും വിട്ട എൻ്റെ മാലാക ഒരു സ്വപ്നം മാത്രമാകും. എങ്കിൽ വേഗം ചെല്ല്, അവൻ്റെ 2 തവളക്കാലും തല്ലി ഓടിക്കും. നിന്റെ ഒരു കയ്യിലില്ല അവൻ. പക്ഷെ അഹങ്കാരം എൻ്റെ പൊന്നോ. അവൻ പാവാണ് സഞ്ജു. സത്യം പറയാലോ, അവൻ എന്നെ അഭിറാം എന്ന് വിളിക്കുമ്പോൾ എനിക്കെന്താണെന്നറിയില്ല, സങ്കടം വരും. ഞാൻ അവനിലും എത്ര വയസ്സ് മൂത്തതാണ്? 6 വയസ്സെങ്കിലും വ്യത്യാസമില്ലേ? ഏതോ ഒരു സിനിമയിൽ ചോദിച്ച പോലെ ഈ കോടികൾ വരുമാനമുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നത് നീ തന്നെയാണ് പൊട്ടൻ. അത് നിനക്കറിയില്ല. എനിക്ക് ബിസിനസ്സിൽ എന്ത് ഡൗട്ട് വന്നാലും ഞാൻ നേരെ വിളിച്ചു ചോദിക്കും നിന്റെ അച്ഛനോട്. പാവം, അങ്ങേരില്ല എങ്കിൽ ഞാൻ പെട്ടേനെ. പിന്നെ അത്ര ബുദ്ധി അങ്ങേർക്കുണ്ടെങ്കിൽ ഞങ്ങൾ ആരാ? എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ഞാൻ കാരണം പാവ ആ മനുഷ്യൻ തുമ്മിച്ചാവും. എന്തിനാ? അതാ നല്ലത്. രാഹുൽ. അബിയുടെ വിളി കേട്ട് രാഹുൽ തിരിഞ്ഞു നിന്നു. അഭിറാം, എൻ്റെ പെങ്ങളെവിടെ? നിന്റെ പെങ്ങളെ എനിക്കറിയില്ല. എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. ഇനി എൻ്റെ പെങ്ങളെ പ്രേമിച്ചു വശത്താക്കി എന്നോട് റിവെഞ്ച് ചെയ്യാനാണോ? അല്ല, ആ പണിയെല്ലാം നിനക്കറിയൂ. ആണും പെണ്ണും കെട്ട കളി. നിന്റെ പെങ്ങളെ പ്രേമിക്കാനെല്ലാം തികഞ്ഞൊരുത്തി കയ്യിലുണ്ടായിട്ട് തോന്നിയില്ല പ്രേമം. പിന്നെ അതിലെനിക്ക് നിന്നോട് നന്ദിയുണ്ട്. ഒരു പെണ്ണും ഇഷ്ടം പറഞ്ഞ നേരെ ബെഡ്റൂമിൽ കൊണ്ടുപോയി സ്വന്തം ഇഷ്ടങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്ന കാമുകന്മാർക്ക് നീ ഒരു മാതൃകയാണ്. സമ്മതിച്ചു. അതിന് അഭിറാം വർമ്മയല്ല ഞാൻ. എനിക്ക് അവളോടുള്ളത് വെറും പക മാത്രമാണ്, അല്ലാതെ നിന്നെ പോലെ. പൊന്ന മോനെ, നീ ആരുടെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന ബോധം നിനക്ക് വേണം. ഞാൻ ഇഷ്ടം പറഞ്ഞതും എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഏതെങ്കിലും ഒരുത്തി ഉണ്ടെങ്കിൽ വിളിച്ചു കൊണ്ടുവാ. നീ എന്താ എന്നെപ്പറ്റി കരുതിയത്? ഞാനെന്താ പെണ്ണെന്ന് കേട്ട മൂക്കും കുത്തി വീഴുന്നവനാണെന്നോ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇഷ്ടവും ഉണ്ടെങ്കിൽ അതെൻ്റെ ഭാര്യയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ നിന്നെ ശത്രുവായി കാണുന്നില്ല. കാരണം പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. എനിക്ക് ഒത്ത എതിരാളിയല്ല നീ, പ്രായം കൊണ്ടും പക്വത കൊണ്ടും. എനിക്കതൊന്നും അറിയണ്ട അഭിറാം. എൻ്റെ അമ്മു എവിടെ? അവൾക്കെന്തേലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും രാഹുൽ? നിന്നെ കൊണ്ട് ഒന്നും നടക്കില്ല. അങ്ങനെ നടക്കുകയായിരുന്നുവെങ്കിൽ ഒരു പാവം പിടിച്ച പെൺകുട്ടിയുടെ ഫീലിങ്സ് വെച്ച് കളിക്കാതെ എന്നെ നീ കൊന്നു തള്ളിയേനെ. നിന്റെ പെങ്ങളുടെ ജീവിതം തകർത്തവരെ. എന്താടാ നിനക്ക് അത് പറ്റാഞ്ഞത്? പറ രാഹുൽ, നീ എന്താ അവരെ വെറുതെ വിട്ടത്? എന്തു പറയണമെന്നറിയാതെ രാഹുൽ അഭിയെ നോക്കി. നിന്റെ മുന്നിൽ നിൽക്കുന്ന അഭിറാം വർമ്മ എന്ന ശത്രുവിനെ മാറ്റി നിർത്തി ഒരു ചേട്ടനൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ അവരെ 3 പേരെ നിന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയ എന്താവും അവർക്ക് വിധിക്കുന്ന ശിക്ഷ? പറ രാഹുൽ, എന്താ നിന്റെ കണ്ണിൽ അവരുടെ ശിക്ഷ? മരണമായിരിക്കും അഭിറാം അവരുടെ ശിക്ഷ. അവരുടെ എന്നല്ല, ഏതൊരു പെൺകുട്ടികൾക്ക് ആ ഗതി വന്നാലും അതിൻ്റെ ഉത്തരവാദികളെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ കൊല്ലുക തന്നെ വേണം. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. കാരണം സ്വന്തം മകളുടെ ദുരവസ്ഥയിൽ നെഞ്ചുപൊട്ടി മരിക്കാൻ കിടന്ന ഒരച്ഛന് കൊടുത്ത വാക്കാണ്. എനിക്ക് ജീവിക്കണമായിരുന്നു അഭിറാം. കാരണം ഒരു വീട്ടിലൊരു ഇര പോലെ. അമ്മു, അവൾക്ക് വേണ്ടി ഞാൻ ജയിലിൽ പോയിരുന്നുവെങ്കിൽ എനിക്കറിയില്ല എൻ്റെ അനിയത്തിയുടെ ജീവിതം എങ്ങനെയാവുമെന്ന്.
ഇപ്പോഴും അവൾ ഇരയുടെ അനിയത്തിയാണ്. മരിക്കുന്നവരെ ഇരയുടെ അനിയത്തി മാത്രം. ഓരോ നിമിഷവും കാണാൻ ചെല്ലുമ്പോൾ കൂടെ കൊണ്ടുപോകുമെന്ന തോന്നലിൽ എൻ്റെ അമ്മ എന്നെ നോക്കും. പക്ഷേ കഴിഞ്ഞില്ല. ഇനിയും ഒരാളും അവളെ പരിഹസിക്കുന്നത് കാണാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. ഞാൻ എന്ന സഹോദരൻ പരാജയമാണ്. പക്ഷേ എനിക്കറിയില്ല ലക്ഷ്മി അവളോട് എനിക്ക് എങ്ങനെ പക തോന്നി എന്ന്. ആരോടെങ്കിലും ഞാൻ പക തീർക്കേണ്ട അഭിറാം. പക്ഷേ നിന്നോടുള്ള വാശി കൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അവളുടെ ശരീരത്തിൽ എനിക്ക് മോഹമുണ്ടെന്ന് അത് തന്നെ അവളോടും പറഞ്ഞു. പക്ഷേ ഒരു പെൺകുട്ടിയെയും എനിക്ക് ആ കണ്ണിൽ കാണാൻ പറ്റില്ല. കാരണം ഒരു സഹോദരനും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച കണ്ട ഒരു ഹതഭാഗ്യനായോ ഒരാങ്ങളെയാണ് ഞാൻ. എന്നെ പോലെ ഒരാൾ ഭൂമിയിൽ ജനിക്കാതിരിക്കട്ടെ, എൻ്റെ അമ്മുവിനെ പോലെയും. പ്ലീസ് അഭിറാം, ഈ കാല് ഞാൻ പിടിക്കാം. എൻ്റെ അമ്മു അവൾ ജീവിച്ചോട്ടെ. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലെങ്കിലും അമ്മയുടെ വയറ്റിൽ നിന്ന് ഒന്നിച്ചു വന്നവരാണ് ഞങ്ങൾ ഒരാൾക്ക് മാത്രമായി ഭൂമിയിൽ ജീവിക്കാനാവില്ല. ഒരു ജീവശവമായെങ്കിലും അവൾ വേണം. നിങ്ങളും ഒരു സഹോദരനല്ലേ? എൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവും. തൻ്റെ മുന്നിൽ നിന്ന് ചങ്ക് പൊട്ടിക്കരഞ്ഞ രാഹുലിനെ കണ്ട് അഭിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പു എന്ന വിളിയിൽ രാഹുൽ തൻ്റെ തല ഉയർത്തി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒരു വേള അത്ഭുതത്തിലും സന്തോഷത്തിലും അവൻ്റെ കണ്ണുകൾ കൂടുതൽ നിറഞ്ഞു. അമ്മു. സ്നേഹത്തിൽ അവളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ കണ്ട് അഭി ഒന്ന് ചിരിച്ചു. നീ പേടിച്ചു പോയ അപ്പു? ഞാൻ മരിച്ചുപോയെന്ന് കരുതിയോ? നീ മരിച്ചാ പിന്നെ ഞാനുണ്ടോ? നിനക്കൊരാൾക്ക് വേണ്ടിയല്ലേ ഈ അപമാനം മുഴുവൻ സഹിച്ചു ഞാൻ ജീവിക്കുന്നത്? പറ, നീ എന്തിനാ ലച്ചുവിനെ പറ്റിച്ചത്? അവൾ എന്താ ചെയ്തേ? തൻ്റെ മുഖത്തേക്ക് കൈവീശി അടിച്ച പെങ്ങളെ ഒരു വേള അവൻ സന്തോഷത്തിൽ നോക്കി. അപ്പു, നീ എങ്ങനെ ഇങ്ങനെ ദുഷ്ടനായി? മറ്റാരേക്കാളും നമുക്കല്ലേ അവളെ അറിയുക. പിന്നെ നീ എന്തിനാ? അവൻ്റെ മുഖത്തേക്ക് ശക്തിയിൽ അടിച്ച അമ്മുവിനെ അഭി പിടിച്ചു മാറ്റി. അമ്മു, നീ എന്തേ കാണിക്കുന്നേ? അവന് വേദനിക്കില്ലേ? ഇല്ല അഭിയേട്ടാ, ഇവനൊരു ദുഷ്ടനാ. പറയടാ, നീ എന്തിനാ അവളോട് അങ്ങനെ ചെയ്തത്? അഭിയേട്ടൻ വന്നില്ല എങ്കിൽ അവളുടെ ജീവിതം എങ്ങനെ ആയേനെ? ഇങ്ങനെയാണോ പെങ്ങളെ നീ സ്നേഹിക്കുന്നത്? നീ പരിശുദ്ധ പ്രേമമൊന്നും അഭിനയിക്കണമെന്നില്ലായിരുന്നു. അവളോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അവൾ ജീവിച്ചു തീർത്തേനെ. അവളുടെ ജീവിതം നിന്റെ ആഗ്രഹം പോലെ. ഈ ശാപം നീ എവിടെ കൊണ്ടാ തീർക്കുക?